ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെ പിന്തുടർന്നതിന് നമ്പറില്ലാത്ത വാഹനത്തിൽ സഞ്ചരിച്ച 5 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ്. മലപ്പുറം സ്വദേശികളായ നസീബ് CP, ജ്യോതിൽ ബാസ്, മുഹമ്മദ് ഹാരിസ്, ഫൈസിൽ അബ്ദുൽ വാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത്. വാഹനത്തിൽ നിന്ന് വാക്കി ടോക്കിയും കണ്ടെടുത്തിട്ടുണ്ട്. സാനിയ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനിയ മനോമി, തമാശയ്ക്കിറങ്ങിയതാണോ കാര്യമായിട്ടുള്ളതാണോ? പോലീസിന്റെ നിഗമനം എന്താണ്? അരുൺ, പോലീസ് ഇത് വളരെ കാര്യമായി അല്ലെങ്കിൽ വളരെ ഗുരുതരമായി തന്നെയാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഇന്നത്തെ SFIയുടെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോടേക്ക് വരുന്ന വഴിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഇവർ രാത്രി 10:15 വെങ്ങാലി പാലം മുതൽ മുഖ്യമന്ത്രിയുടെ കോൺവോയ് വാഹനത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. നമ്പറില്ലാത്ത ഇസൂസു എന്ന വണ്ടിയിലായിരുന്നു ഇവർ വന്നിരുന്നത്. വെസ്റ്റ് ഹിൽ ചുങ്കത്ത് വെച്ചാണ് ഇവർ പിടിയിലാവുന്ന സാഹചര്യം ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ കോൺവോയിൽ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസിനെയാണ് ഇവർ പിന്തുടരുന്നത് എന്നത് നമുക്ക് ആ FIRൽ വളരെ കൃത്യമായി മനസ്സിലാവും. ഏതായാലും ഇതൊരു തമാശയായിട്ടല്ല കേരള പോലീസ് കാണുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ വാഹനത്തെ അത്രയും ദൂരം ഫോളോ ചെയ്യുക, അതും നമ്പറില്ലാത്ത വാഹനത്തിൽ ഫോളോ ചെയ്യുക, മാത്രവുമല്ല വാക്കി ടോക്കി ആ വാഹനത്തിൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്നതും ഗുരുതരമായ കാര്യമായി തന്നെയാണ് പോലീസ് കാണുന്നത്. മലപ്പുറം സ്വദേശികളായ നസീബ് CP, ജ്യോതിൽ ബാസ്, മുഹമ്മദ് ഫാരിസ്, ഫൈസൽ, അബ്ദുൾ വാഹിദ് എന്നിവരെയാണ് നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം മുഖ്യമന്ത്രിയെ പിന്തുടർന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല വാക്കി ടോക്കി അനധികൃതമായി കൈവശം വെച്ചു എന്നുള്ളതും ഇവർക്കെതിരെ, ആ കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ മുഖ്യമന്ത്രി രാത്രി 10 മണിക്കാണ് ഈ വെങ്ങാലി പാലത്തിൽ നിന്ന് ഈ വെസ്റ്റ് ഹിൽ ചുങ്കം വരെ സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ വെച്ചാണ് ഇവരും പിന്തുടരുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 5 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അരുൺ, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലായത്. ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഇപ്പോൾ ലഭ്യമാക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പോലീസിൽ നിന്ന് നമുക്ക് ആ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി. ഇവർ ഏതെങ്കിലും സംഘടനയിലുള്ള അംഗങ്ങളാണ് എന്ന് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ FIRൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് അത്തരം കാര്യങ്ങളടക്കം പോലീസ് വളരെ കാര്യമായി അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ACPയോടക്കം ഇക്കാര്യം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനാവുന്നത് ഇത് തമാശയായി കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അത്തരം കാര്യങ്ങൾ ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. ഈ വാക്കി ടോക്കി അടക്കം കിട്ടിയതുകൊണ്ട് ഇവർ കുറ്റകൃത്യം നടത്താൻ തയ്യാറായി വന്നവരാണ് എന്ന തരത്തിലാണ്, കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുമെന്ന ഉത്തമ വിശ്വാസത്തിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഈ FIRൽ പറയുന്നത്. ഇസൂസു കമ്പനിയുടെ ഗ്രേ നിറത്തിലുള്ള വാഹനം, ആ വാഹനത്തിലാണ് ഇവർ വന്നിരുന്നത്. ഏതായാലും 5 പേരുണ്ടായിരുന്നു. ഇവർ വെസ്റ്റ് ഹിൽ ചുങ്കത്ത് വെച്ചാണ് ഇവർ പിടിയിലാവുന്ന സാഹചര്യമുണ്ട്. അത് അത്രയും ദൂരം, അതായത് വെങ്ങാലി പാലം മുതൽ വെസ്റ്റ് ഹിൽ ചുങ്കം വരെയും ഇവർ മുഖ്യമന്ത്രിയുടെ കോൺവോയ് വാഹനത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺവോയിലെ ഒരു ആംബുലൻസിന് പുറകിലായി ഒരുപാട് സമയം ഇവർ പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സംശയം തോന്നിയ ആംബുലൻസ് ഡ്രൈവർമാരും പോലീസുകാരും നടക്കാവ് പോലീസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കാവ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദ്യം ചെയ്യലിൽ കിട്ടുമോ എന്നുള്ളതാണ് നമ്മളും അന്വേഷിക്കുന്നത്. പോലീസ് ഇത് തമാശയായോ അല്ലെങ്കിൽ ചെറിയ കാര്യമായോ കാണുന്നില്ല. വോക്കി ടോക്കി അടക്കം കണ്ടെടുത്ത സംഭവം വളരെ ഗൗരവതരമായി തന്നെയാണ് പോലീസ് കണക്കിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പരിപാടി അല്പസമയത്തിനകം ഇവിടെ കോഴിക്കോട് ബീച്ചിൽ നടക്കാനുള്ളതുമാണ്. ആ പരിപാടിക്കടക്കം സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യവും ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു. സാനിയുമാണ് വിവരങ്ങൾ നൽകിയത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ കോൺവോയ് വാഹനത്തെ പിന്തുടർന്ന നമ്പറില്ലാത്ത വാക്കി ടോക്കിയുള്ള വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 5 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്.